Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 5 ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷനെ പറയുന്ന വേറൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന്. അപ്പോൾ ഇതിൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ് റെഫർ ടു ഡെസിഷൻസ് റിലേറ്റിംഗ് ടു യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അതല്ലെങ്കിൽ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നതുമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഡെസിഷൻ എങ്ങനെയൊക്കെയാണ്, വേർ ടു ഇൻവെസ്റ്റ്, എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഹൗ ലോങ് ടു ഇൻവെസ്റ്റ്, എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ രണ്ട് തരത്തിലാണുള്ളത്. നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ വേണോ, ഷോർട്ട് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ വേണോ എന്നുള്ളത്. നമ്മൾ ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുന്നതെങ്കിൽ അതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷോർട്ട് ടേമിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഡെസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ് എന്ന് പറയുമ്പം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ട് വരുന്ന തീരുമാനങ്ങൾ. ദ ഡെസിഷൻ റിലേറ്റിംഗ് ടു utilization of funds or capital. There are two types of investment decisions. One is long-term investment and another one is short-term investment. ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണെങ്കിൽ അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത് തന്നെ എന്താണ്, ലോങ് ടേമിലേക്കാണെന്ന് ക്ലിയർ ആയല്ലോ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്തോളാം. Capital budgeting decisions are decision relating to investments in assets or projects which provide long-term benefit. നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ നമ്മൾ എവിടെയാണോ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുന്നത് അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിന് എളുപ്പത്തിൽ പറയാം, capital budgeting is the process of selecting those investment proposal which are worthwhile to invest the available funds. നമ്മുടെ കയ്യിലുള്ള നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വർത്ത് ആയിട്ട്, വർത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇറക്കിയ പൈസ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ആയി കിട്ടുന്നത്, നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഡെഫിനേഷനൊക്കെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൺസിസ്റ്റ് പ്ലാനിങ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് അവൈലബിൾ ക്യാപിറ്റൽ. നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിരിക്കുന്ന ക്യാപിറ്റലിനെ എവിടെ എംപ്ലോയ് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ആണത്. ഇനി എന്തിനാണ് നമ്മൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫോർ ദ പർപ്പസ് ഓഫ് മാക്സിമൈസിങ് ദ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫേം. ഭാവിയിലേക്ക് നമ്മുടെ ഫേമിന് ലോങ് ടേമിലേക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, അനലൈസിങ് ആൻഡ് സെലക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സ് ഹൂസ് റിട്ടേൺസ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ സീരീസ് ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് 3 ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈയിങ്. നമ്മൾ ആദ്യം അത് ഏതാണെന്ന് മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുക, അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമുക്ക് വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്നതായിരിക്കണം. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ്. നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ തന്നെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 മാർക്സിനുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ ഇവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ റോള് അതല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദ്യം വരാം. കാരണം ഇതിൽ 9 പോയിന്റുകളാണ് ഉള്ളത്. 9 പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 10 മാർക്കാണ് എസ്സേക്ക് വരുന്നത്. അപ്പോൾ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഒരു ക്വസ്റ്റ്യൻ അവിടെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 6 മാർക്കിന് ചോദിച്ചാലും നമുക്കിതൊന്ന് എഴുതാൻ സാധിക്കണം. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായല്ലോ, ഇവിടെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും വേണ്ടി വരിക. അതായത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും നമ്മളൊരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പം അവിടെ തീർച്ചയായിട്ടും വലിയൊരു എമൗണ്ട് ആയിരിക്കും
അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രത്യേകത, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ലോങ് ടേം ഇംപ്ലിക്കേഷൻ, നമ്മൾ ഇങ്ങനെ എടുക്കുന്ന തീരുമാനമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, വരും വർഷങ്ങളിൽ നമുക്ക് എന്തുണ്ടാവണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം. അപ്പോൾ ഒരു അടുത്ത 5 കൊല്ലം, അടുത്ത 10 വർഷം, അടുത്ത 20 വർഷത്തിലേക്ക് എന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണത്. ഇറിവേഴ്സിബിൾ ഡിസിഷൻ, എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കൽ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയൊരു ഫണ്ടിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് പെട്ടെന്ന് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കൽ അസാധ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എന്തുണ്ടായിരിക്കും, വൻതോതിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ വലിയ റിസ്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ വളരെ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണത്, ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ വലിയൊരു എമൗണ്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടായില്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബെനിഫിറ്റ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. ആ കറണ്ട് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ബട്ട് ബെനിഫിറ്റ്സ് ആർ റിയലൈസ്ഡ് ഓവർ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ ഇറക്കുന്ന ഓരോ പൈസയ്ക്കും ഭാവിയിലെ ഇതിന് ഗുണമുണ്ടോ ദോഷമുണ്ടോ അറിയാൻ പറ്റുള്ളൂ. ഭാവിയിലേക്ക് ഗുണത്തിനാണ് ഇന്ന് നമ്മൾ ഇത്രത്തോളം എമൗണ്ട് ഇറക്കുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ഇറിവേഴ്സിബിൾ ആണ്. അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ മുടക്കിയിട്ട് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടാനുള്ള കാലയളവ് എപ്പോഴും ലോങ്ങാണ്. കാരണം ഇപ്പോൾ നമ്മൾ വലിയ കോടികളുടെ ബിസിനസ് ഇപ്പോൾ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 5 കൊല്ലോ 10 കൊല്ലോ കഴിയുമ്പോഴാണ് ശരിക്കും അത് നമ്മുടെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതിൽ റിസ്ക് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട്, വലിയൊരു കാലത്തിലേക്ക്, ആൻഡ് ഡെസിഷൻസ് ഇറിവേഴ്സിബിൾ ആണ്, ആൻഡ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് വളരെ ലോങ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഒരുപാട് കുറേ പൈസ ഇറക്കിയാലാണ് ചിലപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ ബെനിഫിറ്റ് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ ആ ജസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കാലയളവ് വളരെ കൂടുതലാണ്. ഗ്രോത്ത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എപ്പോഴും ഏതിനെ അഫക്റ്റ് ചെയ്യുക, നമ്മുടെ ഫേമിൻ്റെ വളർച്ചേനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡെസിഷൻസ് റിസൾട്ട് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി. ഈ ഒരു ഡെസിഷൻ നമ്മൾ എടുത്താൽ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും, ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. ക്യാഷ് ഇൻഫ്ലോ എപ്പോഴാണ് വരിക, അതിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ട് ഫ്യൂച്ചറിൽ മാത്രമാണ് അതിൻ്റെ ഇൻഫ്ലോ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാവിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഏർണിങ്സ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഏർണിങ്സ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും. അതുകൊണ്ട് തന്നെ ഓവറോൾ ആൻഡ് ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഓൾസോ ഇംപ്രൂവ്ഡ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ ഫേംസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. ഫേമിൻ്റെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്തിനെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ടഫ് കോമ്പറ്റീഷൻസ് ഫേമിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സ്ട്രെങ്ത് കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അപ്പം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഫ്യൂച്ചർ പ്രോഫിറ്റിനെ തീർച്ചയായിട്ടും കോസ്റ്റിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും. ആൻഡ് അൾട്ടിമേറ്റ്ലി അഫക്റ്റ് ദ ഫേംസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. ശരിക്കും അത് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്തിനെ തന്നെയാണ്. ആൻഡ് ഏഴാമത്തെ ഇതിൽ പറയുന്നത് മോസ്റ്റ് ഡിഫിക്കൾട്ട് ഡിസിഷൻ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു വലിയ എമൗണ്ട് ആ റിസ്ക് ആണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം നമുക്ക് തീരുമാനിച്ചെടുക്കാൻ പറ്റുന്നതല്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, നല്ല ടഫാണ്, നല്ല ഡിഫിക്കൾട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ. എന്തുകൊണ്ടാണ്, നമുക്ക് ഭാവി എന്താണെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺസർട്ടൺ ആണ്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി നമ്മൾ ചെയ്തത് സക്സസ് ആവുമോ ഇല്ലേ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ ഉണ്ടായിരിക്കാം. ആൻഡ് ഡെസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ ഇയേഴ്സ് ക്യാഷ് ഇൻഫ്ലോ. നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം, എന്താ ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ബെനിഫിറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മളിത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസ്ക് ഉണ്ട്. അപ്പം നല്ലൊരു ഡിഫിക്കൽട്ട് ഡെസിഷനാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ ഓരോ ഡെസിഷനും അതിൻ്റെ ബെനിഫിറ്റും അതിൻ്റെ കോസ്റ്റും എക്കണോമിക്കലായും പൊളിറ്റിക്കലായും ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഫക്റ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് എടുക്കാമെന്നൊന്നും ആരും വിചാരിക്കാൻ പറ്റില്ല. ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ഇനി ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, റെഗുലർ കമ്പാരിസൺ ഓഫ് ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. നമ്മളെപ്പോഴും എന്ത് പ്രൊജക്റ്റിലേക്ക് ഇറങ്ങുമ്പോഴും എത്ര ഇപ്പം ചിലവുണ്ട്, എത്ര നമുക്ക് വരുമാനം കിട്ടും, എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച ചിലവും ആക്ച്വലി നമുക്ക് ഉണ്ടായ ചിലവ് ഒരുപോലെയാണോ, എന്താ ഡീവിയേഷൻ വരാനുള്ള കാരണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതിൻ്റെ കോസ്റ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകണം. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷനാണ്. നമുക്കറിയാലോ, നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങിയൊരു കാര്യമാണ് എഫ്എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ, അതേപോലെ ലിക്വിഡിറ്റി ഡെസിഷൻ, ഫിനാൻസിങ് ഡെസിഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക, വാല്യൂ ഇൻക്രീസ് ചെയ്യുക ഫേമിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ് തീർച്ചയായിട്ടും അതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വെൽത്തും ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്
ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക, മീനിങ്ങും ഡെഫിനേഷനും പഠിക്കുക, അതിൻ്റെ റോളും ഇമ്പോർട്ടൻസും പഠിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്താണ് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ്. കൃത്യം 6 പോയിന്റ്, സോ 6 മാർക്കിന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. ഈ ഒരു ടോപ്പിക്കിലെ തിയറിയൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന തിയറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട 6 സ്റ്റേജസിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നൊരു ടേമേ നമുക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണ്? നമ്മൾ പുതിയൊരു ഐഡിയ ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ്, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് സെർച്ച് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ കമ്പാഷബിൾ വിത്ത് ദ ഫേം ഒബ്ജക്റ്റീവ്. നമ്മുടെ ഫേമിന് കുറേ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനോട് അനുസൃതമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടിന്യൂസ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പ്രൊജക്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൊജക്റ്റ് സ്ക്രീനിങ് ആണ്. ഓരോ പ്രൊപ്പോസലും നമുക്ക് എന്തുണ്ട്, ആദ്യമായിട്ട് ഒന്ന് സ്ക്രീൻ ചെയ്തെടുക്കാനുണ്ട്. അതിൽ നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് പറ്റുന്നതാണോ, ഫീസിബിൾ ആണോ, അതേപോലെ തന്നെ അതിനുള്ള റിക്വയർഡ് ആയിട്ട് റിസോഴ്സ് അവൈലബിൾ ആണോ, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുമോ, അങ്ങനെ കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്കിനെ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോവുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അതിനെ പ്രൊജക്റ്റിനെ സ്ക്രീൻ ചെയ്തെടുക്കുക. ആ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ എണ്ണത്തിൽ നിന്ന് കുറച്ചായി മാറും, അല്ലേ? ആ പ്രൊജക്റ്റിനെ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ? അങ്ങനെ ഈ സ്ക്രീനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ കിട്ടിയ ഓരോന്നിനും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക അതിൻ്റെ പ്രോഫിറ്റബിലിറ്റീനെ. അപ്പോൾ അവിടെ 2 തരത്തിലുള്ള കാര്യം. ഒന്ന്, എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രൊജക്റ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എന്ത് ചിലവ് വരും, അതുവഴി എനിക്ക് എന്ത് ലാഭം കിട്ടും, ആ 2 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. സെലക്ടിങ് ആൻ അപ്രോപ്രിയേറ്റ് ക്രൈറ്റീരിയൻ ടു ജഡ്ജ് ദ ഡിസൈറബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈറബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 4ാമത്തെ പോയിന്റ് പറഞ്ഞ പ്രൊജക്റ്റ് സെലക്ഷൻ ആണ്. ഇനി ഈ ഒരു ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് എന്ത് ചെയ്യണം, ഇതിനെ കൃത്യമായിട്ട് പ്രൊജക്റ്റിനെ സെലക്ട് ചെയ്യാം. ഒരുപാട് പ്രപ്പോസൽ ഉണ്ടാവും, അതിലേറ്റവും നല്ലതൊന്നിനെ നമ്മൾ സെലക്ട് ചെയ്യാം. 5ാമത്തേൽ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. എന്താ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിനെ നടപ്പിൽ വരുത്തണം. ആഫ്റ്റർ ദ സെലക്ഷൻ ഓഫ് പ്രോജക്ട്സ് അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യാം. പിന്നെ ആ ഫണ്ടൊക്കെ അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പ്രോജക്റ്റിനെ നമ്മൾ നടപ്പിൽ വരുത്തും, ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതായത് ഇതുവരെ പേപ്പറിൽ മാത്രം എഴുതിയുണ്ടാക്കിയ കാര്യങ്ങളെ നമ്മൾ റിയാലിറ്റി ആക്കി മാറ്റുക. ഇപ്പോഴാണ് ശരിക്കും ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് 6ാമത്തെ പോയിന്റിൽ പെർഫോമൻസ് റിവ്യൂ ആണ്. പെർഫോമൻസ് റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തു, അതിനെ നമ്മൾ നടപ്പിൽ വരുത്തി, ഇനി അതിന് പുരോഗതി ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഫോളോ അപ്പ് നടത്തുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് നമ്മൾ എന്താണോ ആക്ച്വൽ പെർഫോമൻസ് ഉദ്ദേശിച്ചത് അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ നടന്ന് കിട്ടുന്നുണ്ടോ, ബഡ്ജറ്റഡും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ, എന്തെങ്കിലും കറക്ഷൻ അവിടെ വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും കുറവുകളോ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്ര കുറച്ച് ടോപ്പിക്ക് എടുക്കുന്നുള്ളൂ. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്തായാലും പഠിച്ചോളൂ. അതിൻ്റെ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് നിർബന്ധമാണ്, അതിൻ്റെ പ്രോസസ്സ് നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഓൾറെഡി ഇതിൽ എത്ര മാത്രം മാർക്കിന് വരാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒട്ടും സമയമില്ല എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു മാസം ലാസ്റ്റോട് കൂടിയിട്ട് ആണിത് കംപ്ലീറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയമുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫസ്റ്റ് സെമ്മിൽ തന്നെ നിങ്ങളുടെ എല്ലാം പുതിയ സബ്ജക്റ്റാണ്. അതേപോലെ ഇനി വരുന്ന ഓരോ സെമ്മും നിങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ സബ്ജക്റ്റുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി ഇതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേ പരീക്ഷയ്ക്ക് പോവാവുള്ളൂ. പ്രോബ്ലം തീരെ പറ്റുന്നില്ല എന്നുള്ള ആളുകൾ തിയറിയിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് പല സബ്ജക്റ്റ് എടുക്കാനും അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പോവല്ലേ. കാരണം എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുള്ളത് നമുക്ക് ഒരു മുൻകാല പരിചയത്തിലില്ല. ഇത് ആദ്യത്തെ ഒരു സംഭവമായി, FIUGP ആദ്യമായതുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നോ അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന പോർഷനിൽ കുറച്ചെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അപ്പോൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതൊന്ന് ഉൾക്കൊള്ളുക.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അത് കണ്ടു കഴിയുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്